ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പരിപാടിക്ക് പോവാണ്. ഇത് ഷെഫിൻ ഷാ പ്രശസ്ത പാട്ടായിരുന്നു. എനിക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ടായില്ല, ഒന്നും കൂടി റെഡി ആക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി പഠിപ്പിച്ചു തരും. അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരേ പ്രാക്ടീസാ. ഹൈറ്റൻ ടവറിൽ വെച്ചിട്ട് നമ്മളെ പരിപാടി എടുക്കാം. അവിടെ ചെന്നപ്പോ തന്നെ ആകെ 3-4 ആൾക്കാരുള്ളൂ. ഞാൻ വിചാരിച്ചു പാട്ടുള്ളതുകൊണ്ട്. പിന്നെ ഒരു പറഞ്ഞ മുകളിൽ ഓഡിറ്റോറിയത്തിലെ പരിപാടി എടുക്കണം, എല്ലാരും അവിടെയാണ്. അപ്പോഴാണ് ഒരു സമാധാനം. ഇതില്ലേ ഞാൻ വാങ്ങിയ കോസ്റ്റ്യൂം വെറുതെ. അവിടെ ചെന്നപ്പോൾ ഞാനാകെ 20 ആൾക്കാരുള്ള പ്രതീക്ഷിച്ചു, പക്ഷെ 30 ആൾക്കാർ. ഷെഫിൻ ഷാ അവിടെ വെറുതെ കാണുന്ന ക്യൂട്ട്നെസ് ഇട്ട് വെതറുണ്ട്. അപ്പോഴാണ് എന്നെ വിളിച്ച് 2 വാക്ക് സംസാരിക്കാൻ. ഞാനൊരു 4 വാക്ക് സംസാരിച്ചു കണ്ട് മേക്ക് ഷെഫിന്റെ അടുത്ത്. കുട്ടികളാണെങ്കിലും എന്റെ പാട്ടിന് വെയിറ്റിംഗ്. ഷെഫിനൊക്കെ മേക്കും ബോക്സ് ഒക്കെ പാടെ ചെക്ക് ചെയ്യും. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഏത് ബോക്സിൽ പാടില്ല, എന്റെ പാട്ട് ടോപ്പ് ആയിക്കാൻ. അങ്ങനെ പാട്ട് തുടങ്ങി എന്റെ പാട്ട് ഇരിക്കലുണ്ടാവും, കേട്ടോക്കി. പരിപാടി കഴിഞ്ഞിട്ട് ഒരു 150 വട്ടം കേട്ടോക്കിക്കണു. ഞാൻ അടുക്കലാണ്ടിട്ട് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നിയിട്ടുണ്ട്. ഇബലൊക്കെ നീച്ചിട്ട് പിന്നെ പാട്ടിന്റെ റേഞ്ച് മാറി, ഇല്ലുമിനേറ്റഡ്. പിന്നെ മൊത്തത്തിലാണ് തുള്ളേ. അങ്ങനെ നമ്മള് ടാറ്റ ബൈ ബൈയും കൊടുത്ത് നമ്മൾ അവിടുന്ന് പോകും. രാത്രി കൊച്ചിക്ക് പോകണം. ഇവനെ കൊണ്ടാതെ പോകണം. ഇവനെ കൊണ്ടാതെ വണ്ടി ഇറങ്ങൂല നോമ്പ്. പിന്നെ അവന്റെ പെണ്ണുങ്ങൾ വിളിച്ച് 2 വർത്താനം. അപ്പൊ എല്ലാണ്ട് ഇറങ്ങിപ്പോയി. അതൊക്കെ പ്രശസ്ത വ്ളോഗറാണ്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിത്തെ സെലിബ്രിറ്റി സമീർ ഇബ്രാഹിം. ഓനെ കൂട്ടിയാണ് നമ്മള് പോയി കൊച്ചിത്തെ വീഡിയോസ് ബാക്കി നാളെ.